നമുക്ക് ബൈബിൾ ആരും കൊണ്ടുവന്നിട്ടില്ല. അതിന് കണ്ടാൽ കണ്ണനുസരിച്ച് വിശ്വസിക്കുക. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവേ തിരുവചനം വായിക്കുവാനും കൊണ്ടു നടക്കുവാനുള്ള വലിയ ദൈവാനുഗ്രഹ ഓരോ മക്കളെയും അഭിഷേകിക്കണമേ, സത്യപ്പെടുത്തണമേ. ഹാലലുയ 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. നമ്മളതിന് സാക്ഷികളാണ്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നമ്മൾ 1-ാം അധ്യായം 26-27 വാക്കുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 ഞാൻ രണ്ട് വചനങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ അതെങ്ങനെ വിചിന്തനം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു ശ്രദ്ധിച്ചിരുന്നാൽ എന്താണ് അവിടെ അർത്ഥവത്താക്കുന്നത്, എന്താണ് അതിലൂടെ ഒരു സന്ദേശം ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിട്ട് ശ്രമിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ കേൾക്കാവുന്നതാണ്. പരിശ്രമിക്കുക ഹൃദയത്തിൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങളിലേക്ക് കണ്ടുവരാൻ ശ്രമിക്കുക. ദൈവം വീണ്ടും അരുളി ചെയ്തു. ദൈവം വീണ്ടും അരുളി ചെയ്യുകയാണ്. അതിനു മുന്നേ അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം എന്തൊക്കെയോ അരുളി ചെയ്തിട്ടുണ്ട്. ഇവിടെ 26 വാക്യത്തിൽ പറയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ശേഷം 27 വാക്യം